പത്തനംതിട്ടയിൽ ഒരു പെൺകുട്ടി പത്തനംതിട്ട ജില്ലയിൽ ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആയി. പത്തനംതിട്ട ജില്ലയിൽ നടക്കുന്ന ഒരു എന്താ പറയാ അതിശയം തോന്നിപ്പിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. എല്ലാ ജില്ലകളിലും ആൾക്കാർ പ്രസവിക്കാറുണ്ട്. പക്ഷെ ഈ പെൺകുട്ടിക്ക് 17 വയസ്സേ ഉള്ളൂ. കുട്ടിക്ക് 8 മാസം പ്രായമുണ്ട്. ഇതിന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്ന പയ്യന് പേരും കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. 21 വയസ്സ് പ്രായമുണ്ട്. ഞാൻ ഈ ന്യൂസ് ഒന്ന് വായിക്കാം. ഞാൻ വായിച്ചിട്ട് കാര്യമില്ല. ഒടയാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അവനൊക്കെ വായിക്കും, നമുക്കത് കാണാം. പത്തനംതിട്ട ഏനാത്ത് 17 വയസ്സുകാരി അമ്മയായി. കുഞ്ഞിനെ 8 മാസം പ്രായം. പെൺകുട്ടിക്കൊപ്പം താമസിച്ചിരുന്ന യുവാവ് പിടിയിലായിട്ടുണ്ട്. CK അഭിലാൽ വിവരങ്ങളുമായിട്ട്. അഭിലാൽ, ഇതെങ്ങനെ ഈ യുവാവ് പെൺകുട്ടിക്കൊപ്പം താമസിച്ചിരുന്നത്? ഇവര് ഒരുമിച്ച് എവിടെയെങ്കിലും വാടകയ്ക്ക് താമസിക്കുകയായിരുന്നോ? ഇവരുടെ കുടുംബം അടുത്തുണ്ടോ? ഇതെങ്ങനെയാണ് സ്ഥിരീകരിച്ചത്? എങ്ങനെ സ്ഥിരീകരിച്ചെന്ന്? എടാ, സ്ഥിരീകരിച്ചോണ്ടല്ലേ നീയൊക്കെ ഈ കാര്യം അറിഞ്ഞത്. ബാക്കി പറ. കുടുംബത്തിലെ അസ്വാരസ്യങ്ങളെ തുടർന്ന് ബന്ധു നൽകിയ പരാതിയിലുള്ള കുടുംബത്തിലെ അസ്വാരസ്യവും അന്വേഷണമാണ് 17 വയസ്സുകാരി അമ്മയായെന്നും കുട്ടിക്ക് 8 മാസം പ്രായമുണ്ടെന്നും കുട്ടിയുടെ അച്ഛൻ എന്ന് കരുതുന്ന ആൾ അവർക്കൊപ്പം ഏറെക്കാലമായി താമസിച്ചു വരുന്നതാണ് എന്നും. അച്ഛൻ എന്ന് കരുതപ്പെടുന്നു? അതെന്തൊരു മായയാണോ അത്? അപ്പൊ 8 മാസം ഫ്രണ്ടിൽ കിടക്കുന്ന കൊച്ചു മായയാണോ? 21 വയസ്സുള്ള പയ്യന്റെ കാര്യമല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞേ? മായാജാലവാടാ വ്യക്തമായിട്ടുള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ യുവാവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് 21 വയസ്സ് പ്രായമാണുള്ളത്. സ്വദേശം നിലവിൽ നമുക്ക് ലഭ്യമായിട്ടില്ല. അനന്തു എന്ന പേരുള്ള 21-കാരനാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ളത്. കുഞ്ഞിനും അമ്മയ്ക്കും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. ഇവരെ മഹിളാ മന്ദിരത്തിൽ ഏൽപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനയിലാണ് പോലീസ് ഉള്ളത്. അതിന് കുഞ്ഞിനും അമ്മയ്ക്കും ആരോഗ്യ പ്രശ്നം വരാൻ കൊച്ചു 8 മാസം പ്രായമായല്ലോ. അപ്പൊ ഈ 8 മാസം മുമ്പുള്ള കാര്യങ്ങളും അതിന്റെ പ്രവൃത്തിയും ഒക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കൊച്ചിന്റെ പ്രസവം എടുത്ത ഹോസ്പിറ്റല് ഇതറിയാവുന്നതാണ്. ഒരു ഡോക്ടർ എന്തായാലും 17 വയസ്സ് അത് കാണുവാണെങ്കിൽ ഉറപ്പായിട്ടും പോലീസിനെ അത് അറിയിക്കേണ്ടതാണ്. അപ്പം ഇതൊന്നും അറിഞ്ഞിട്ടില്ല. കാര്യങ്ങളൊക്കെ വെടിപ്പായിട്ട് എവിടെയൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പുറയിൽ എനിക്ക് തോന്നുന്നു ഈ പയ്യൻ തന്നെയാണ് കുറ്റം ആരോപിക്കപ്പെടുന്ന കുറ്റവാളിയായ ആ പെൺകൊച്ചിന്റെ പാവം പ്രേമിക്കുന്ന പയ്യൻ. ബാക്കി പറ. ചൈൽഡ് ലൈൻ അധികൃതരുമായി പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതേസമയം തന്നെ ഈ പെൺകുട്ടി ഗർഭവതിയാണെന്നും ഏറെക്കാലമായി യുവാവിനോടൊപ്പമാണ് താമസിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് അമ്മയ്ക്ക് തുടക്കം മുതലുള്ള കാര്യങ്ങൾ അറിവുണ്ട്. തീർച്ചയായിട്ടും പ്രണയത്തിലായി കാണും, അബദ്ധം പറ്റിക്കാണും. അതിന്റെ വീട്ടുകാർക്ക് ഇക്കാര്യം അറിയാതിരിക്കാം. പുറത്താരും അറിയണ്ട. പെങ്കൊച്ചിന് 18 തികഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിക്കാന്ന് വിചാരിച്ച് കൂടൊക്കെ നിർത്തി കാണും. സാധാരണ എല്ലാ വീട്ടിലും ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നാട്ടുകാരെയൊക്കെ അറിയിക്കുവോ? ാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏനാത്ത് പോലീസ് അനന്തുവിനെ 1-ാം പ്രതിയും പെൺകുട്ടിയുടെ അമ്മയെ 2-ാം പ്രതിയുമാക്കാനുള്ള നീക്കത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ പോലീസ്. ഏറെക്കാലമായി ഇവർക്കൊപ്പം താമസിക്കുന്ന ഇയാൾ ബന്ധു ആ പെങ്കൊച്ചിന്റെ അമ്മ 2-ാം പ്രതിയാണ്. അതായത് 17 വയസ്സുള്ള ഒരു കൊച്ചിന്റെ ഈ ഒരു പ്രസവവും കാര്യങ്ങളും എടുത്ത് കളഞ്ഞത് അല്ല, ഇതിന് കൂട്ടുനിന്നതിന്റെ പേരിൽ. അതായത് അമ്മ ആയതുകൊണ്ട് തന്നെ നാട്ടുകാരെയൊക്കെ അത് അറിയിച്ചില്ലെങ്കിൽ ഇത് കേസാക്കി പോലീസ് സ്റ്റേഷനിൽ ആ പയ്യനെ കയറ്റി അതുവഴി റിമാൻഡ് ചെയ്ത് ജയിലിനകത്താക്കി. ഇതാണ് ഗവൺമെന്റ് റൂളിനനുസരിച്ച് പോവാത്തതിന്റെ പേരിലാണ് അമ്മയും അകത്തായി. ബാക്കി പറ. മറ്റുമായിരുന്നോ? ഏതെങ്കിലും ബന്ധുവാണോ ഇയാളതോ അല്ലാതെ പരിചയം സ്ഥാപിച്ചു വന്നതാണോ? ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ആളുകളാണ് എന്നാണ് നമുക്ക് പോണ്ട തോതിൽ നമുക്ക് അതിന്റെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ആളുകളോ? അത് കൂട്ടബലാത്സംഗമാണോ കൊച്ചിനെ ചെയ്തേ? എന്തരാ നീക്ക പറയുന്ന? ദീർഘകാലമായി സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് ആണ് പെൺകുട്ടി ഗർഭവതിയാവുകയും പിന്നീട് കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തത്. ഇപ്പോൾ 8 മാസം പിന്നിട്ടിരിക്കുന്നു. ഇരുവരും ഏറെക്കാലമായി ഒന്നിച്ചു കഴിയുകയാണ്. കുടുംബാംഗങ്ങളുടെ കൂടി സമ്മതത്തോടു കൂടിയുള്ള ബന്ധമാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് അമ്മയെ കൂടി കേസിൽ പ്രതിയാക്കാനുള്ള പോലീസിന്റെ ആലോചന. വളരെ നല്ല കാര്യം. 17 വയസ്സ് ഉള്ള പെൺകുട്ടി, 21 വയസ്സുള്ള ചെറുക്കൻ പ്രണയത്തിലായി വേറൊരു ജില്ലയിൽ നിന്ന് കടന്നു വന്നെന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ ജില്ലാ അടിസ്ഥാനത്തിൽ കല്യാണമൊക്കെ കഴിക്കുമ്പോൾ മറ്റു ജില്ലയിൽ നിന്നൊക്കെ വന്നിട്ട് അത് സ്വന്തം നാട്ടിലെ സ്വന്തം പഞ്ചായത്തിലെ പയ്യനെ കൊണ്ടാണോ കെട്ടിക്കുന്നത്? നമ്മളല്ലല്ലോ. അപ്പം അവര് പ്രണയത്തിലായി. കൊച്ചിന് 18 തികഞ്ഞില്ല. അതിനു മുമ്പ് അവര് പ്രണയത്തിന്റെ ആ ലെവലിലെത്തി. കുട്ടിയുണ്ടായി. സാധാരണ വീടുകളിൽ സംഭവിക്കുന്ന പോലെ തന്നെ ആരും അറിയിക്കാതെ, എന്നാൽ ആ പയ്യനെ കൂടെ ചേർത്ത് നിർത്തി
പക്ഷെ കേസാ. പോക്സോ കേസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 60 ദിവസം അല്ലെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ ജാമ്യം കിട്ടാൻ സാധ്യതയുള്ള ഒരു കേസാണ്. പിന്നെ ഇവരുടെ കേസ് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ കേസ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നാലും ആ അമ്മയും മകനും കിടക്കേണ്ടി വരും. റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും കിടക്കേണ്ടി വരും അകത്ത്. എന്നിട്ട് ഏതോ ശിശുക്ഷേമ സമിതിയിലെങ്ങാണ്ട് ഭാര്യയും ആ കൊച്ചിനെ കൊണ്ട് നിർത്താൻ പോകുന്നു. എന്തൊക്കെയാണ് നടക്കുന്നത്? അപ്പം നിങ്ങൾ പ്രണയിക്കുന്നവരുണ്ടെങ്കിൽ കൊച്ചിന്റെ പ്രായം തികഞ്ഞോ എന്ന് നോക്കിയതിനു ശേഷം മാത്രം പ്രണയിക്കുക. ഇല്ലെങ്കിൽ വലിക്കും, ഇരുന്ന് വലിക്കും. ഉള്ള കാര്യം പറയാണ്. അതുകൊണ്ട് പ്രണയിക്കുന്നവർ പ്രായം നോക്കുക, 17 വയസ്സ് തികഞ്ഞോ എന്നുള്ള കാര്യം നോക്കുക. അതിനനുസരിച്ച് ഇപ്പം വീട്ടുകാർ കൂടെ നിന്നാൽ വീട്ടുകാർ അകത്താവുന്ന ഒരു സ്റ്റേജാണ്. നമ്മളെ കേരളത്തിലെ നിയമമല്ല, ഇത് ഇന്ത്യൻ്റെ നിയമമാണ്. ഇനി നിയമപ്രകാരം കാര്യങ്ങൾ നടക്കത്തുള്ളൂ. സോ ദിസ് ഇസ് കേരള. എന്നെ കുട്ടം വിക്കീത്തെ സൂക്ഷിച്ചൊക്കെ നടക്കുക.